അടുത്ത മാസം ചിങ്ങത്തിനാണ് കല്യാണം വരുന്നത്. ചെക്കൻ എപ്പോഴാ ലീവുള്ളൂ? നല്ല തിരക്കുള്ള ജോലിയാണേ. ഇപ്പൊ ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ ഇപ്പൊ ആ മോളുടെ കൊച്ചും പിന്നെ ഇരിക്കണണ്ടില്ലേ അവനും ഉണ്ട്. ഓ, അപ്പൊ മോളെന്ത് ചെയ്യണിപ്പോ? മോള് ബാംഗ്ലൂർ ജോലിയും കാര്യമൊക്കെ ആയിട്ട് നിക്കല്ലേ. ആ, ഇവൻ എന്തിപ്പോ ഇങ്ങനെയായത്? പണ്ട് ഇങ്ങനെ ഒന്നല്ലായിരുന്നല്ലോ, ഭയങ്കര ഉഷാറുള്ള കുട്ടിയായിരുന്നു. ചേട്ടൻ മരിച്ചത് ഇവന്റെ കുറ്റം കൊണ്ടാന്നാ ഇവൻ പറയണേ. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാറില്ല, ആരോടൊന്നും മിണ്ടാറുമില്ല. ഹാ, എന്തെങ്കിലും ആവട്ടെ. എല്ലാവരും 2 ദിവസം മുന്നേ എത്തണം കേട്ടാ. ഞാൻ ഇറങ്ങട്ടെന്നാ, കുറച്ച് ക്ഷണം ബാക്കിയുണ്ട്. ഇപ്പൊ ചെന്നില്ലെങ്കിലേ വൈകുന്നേരം ആകുമ്പോ എത്തില്ല, അതാണ്. എടാ മോനെ, അമ്മയോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം മുന്നേ തന്നെ എല്ലാവരും വരണം, മറക്കല്ലേട്ടാ. അമ്മമ്മേ, ആ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? ബ്ലഡ് ഡൊണേഷന്റെ കാര്യം. പിന്നെ എനിക്ക് സ്കൂളിലേക്ക് കൊടുക്കേണ്ടതല്ലേ? ഞാനിത് പിന്നെ എന്ത് ചെയ്യും? ഇത് ഞാൻ എവിടെ ഒപ്പിക്കാൻ ഈ ആൾക്കാരെ? ഇനി അവരിപ്പ എന്നെ ചീത്ത പറയൂലേ? ഇത് നല്ലൊരു പുണ്യപ്രവൃത്തിയല്ലേ? എനിക്ക് ഇവിടെ പണിയുണ്ട്. എന്താണ് അമ്മൂമ്മേ? ഞാൻ പോണ. ആ പറ. എന്തുട്ട്? ബ്ലഡ് ഡൊണേഷനാ? ഒന്നും മിണ്ടാണ്ടിരുന്നവിടെ. 4 അക്ഷരം പഠിക്കാൻ നോക്ക്. അവളുടെ ഒരു NSS. എന്താണ് ദേഷ്യത്തിലൊക്കെ സംസാരിക്കണ്ടല്ല? ആരോടാ? അനിയത്തി സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു. കാര്യം എന്താണ് നീ പറ. NSSന്റെ ഭാഗമായിട്ട് ബ്ലഡ് ഡൊണേഷൻ. എന്നെ കൊണ്ടൊന്നും വയ്യ. ബ്ലഡ് കൊടുക്കണം നല്ല കാര്യല്ലേ, നമ്മളെ കൊണ്ട് പറ്റി നമുക്ക് നോക്കാത്. എന്നൊന്നും നോക്കാലേ. നീയൊക്കെ എന്ത് മണ്ടന്മാരാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോണ്? എന്തൊക്കെയാണ് ഈ പറയണത്? ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞാലേ വെറുതെ കൊടുക്കല്ല. എന്തൊക്കെ അസുഖങ്ങൾ വരുന്നറിയോ? നമ്മുടെയൊക്കെ ശരീരത്തിലേ ഇത്ര ബ്ലഡ് ഉള്ളൂ. അത് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കള്ളു കുടിക്കാൻ പോലും പറ്റില്ല. പിന്നില്ലേ മറ്റേ അസുഖില്ലേ, മറ്റേത് അത് വരും. അത് വന്നാൽ ജീവിതം പോയില്ലേ. നമ്മ കല്യാണം കഴിച്ചിട്ടില്ല. ആ മോളെ, ഹലോ. നാളെ വരുമോ? നാളെ എപ്പോൾ എത്തും? രാവിലെ? അപ്പോൾ അച്ഛൻ വേണ്ടത് ചെയ്തോളാട്ടാ. ഓക്കെ, ശരി ശരി. നീ അവിടെ പോണ്? ഞാൻ അങ്ങോട്ട് പോണ്. നാളെ ചേച്ചിയും പിള്ളേരും വരും. എന്നെ വിളിച്ചിരുന്നു. അപ്പൊ നീ ആ രതീഷിനായിട്ട് ലിസ്റ്റ് അയച്ചിട്ടുണ്ട്, വാങ്ങിച്ചിട്ടുണ്ടല്ലോ നീ പോയി. എനിക്കൂടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, കൂട്ടുകാരോട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. നീ വീട്ടിൽ ആരാണ്? നിനക്ക് വീട്ടിൽ കുറച്ച് ഉത്തരവാദിത്വം ഇല്ലേ? നിനക്ക് വണ്ടിയില്ല, നിനക്ക് പോയി മേടിച്ചാ പോരെ? പോടാ നീ എന്നാ പോ. എന്തിനാ കാണിക്ക് ഇവനെ കൊണ്ട്. ഇടിയാ താക്കോലെടുത്തേ, ഞാൻ തന്നെ പോവാ. മതിലകം പള്ളിവളവിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചു. അന്യസംസ്ഥാന ലോറിയാണ് സ്കൂട്ടറുമായി ഇടിച്ചത്. 58-കാരനായ മതിലകം സ്വദേശി വിജയൻ. തന്നെ എത്ര നേരമായിട്ടാ വിളിക്കണേ? തന്റെ അച്ഛനല്ലേ അകത്ത് എടുക്കണേ? ഫോൺ സൈലന്റ് ആയിരുന്നു. തന്റെ അച്ഛൻ അത്യാവശ്യമായിട്ട് 2 കുപ്പി AB നെഗറ്റീവ് ബ്ലഡ് വേണം. പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യാൻ നോക്ക്. AB നെഗറ്റീവാ, ഞാൻ കൊടുക്കാം. താൻ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചാളെങ്ങനെയാണ് ബ്ലഡ് കൊടുക്കണ്? എടാ ജിതിനെ, എൻ്റെ അച്ഛൻ്റെ ആശുപത്രിയിലടാ, പെട്ടെന്ന് ബ്ലഡ് വേണം AB നെഗറ്റീവ്. എൻ്റെ അച്ഛനെ കുറച്ച് പ്രായമുള്ളല്ലേ, ഈ ബ്ലഡ് കൊടുത്താൽ രക്ഷപ്പെടൂ. നീ തന്നെയല്ല എന്ന് പറഞ്ഞത് ഈ ബ്ലഡ് കൊടുത്താൽ ഞങ്ങൾക്ക് വേറെ അസുഖമൊക്കെ വരുന്നു. പിന്നെ ഞാൻ എങ്ങനെയാടാ വിശ്വസിച്ച് കൊടുക്കണേ? ശരിയാടാ. എനിക്കിനി ആരാ ഉള്ളേ? ഞാനിനി എന്തിനാ ജീവിക്കണേ? ജീവനായി കണ്ടതെല്ലാം വിങ്ങുമെൻ മനസ്സിലെങ്ങും മുറിവ് പോ അതെന്നും അണയാതെ